അങ്ങനെ ഒടുവിൽ ഹൻസിക കൃഷ്ണയുടെ ഒരു റിപ്ലൈ പോസ്റ്റ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടാണ് ഇതിട്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഹൻസിക കൃഷ്ണയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഭയങ്കര രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയിട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. അതായത് ഒരുപാട് പേര് ഈ ഒരു വിഷയത്തിൽ എതിർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ എതിർത്തായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം ഹൻസികയെ പോലെയുള്ള ഒരു വ്യക്തിക്ക് സബ്സ്ക്രിപ്ഷനിലൂടെ ആ ഒരു വീഡിയോ ഇട്ടിട്ട് കാശ് ഉണ്ടാക്കേണ്ട ഒരു ഗതികേടില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാര്യം നടൻ കൃഷ്ണകുമാറിൻ്റെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. ഇവരെ എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മില്യൺ കണക്കിന് വ്യൂസ് ആണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇങ്ങനൊരു പരിപാടിക്കൊന്നും പോകേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. എന്തായാലും നമുക്ക് ഹൻസികയുടെ പോസ്റ്റിനകത്തോട്ട് പോവാം. ഹായ് എവ്രി വൺ, ദിസ് ഈസ് ഹൻസിക. ഐ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. About 3 weeks ago, a situation occurred involving a video shared through my Instagram subscription features. Looking back, it was a careless and silly decision from my side and something I genuinely regret. അപ്പം പുള്ളിക്കാരത്തിക്ക് ചെയ്തു പോയ പ്രവൃത്തി തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആ ഒരു സമയത്ത് തോന്നിയ ഒരു പൊട്ട ബുദ്ധിയായിരുന്നു. ഇപ്പം ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ പോസ്റ്റിൽ ത്രൂ ഔട്ട് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഹൻസിക നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്താണ് എന്ന് ചിന്തിക്കണം. ഇപ്പം ഹൻസികയെ വിമർശിക്കുന്ന സമയത്തും ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം പ്രത്യേകിച്ച് കൃഷ്ണകുമാറിനെ പോലെയുള്ള ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ അച്ഛൻ തന്നെ കുറേ നാളുകൾക്ക് മുന്നേ ഒരു ഇൻ്റർവ്യൂ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിലുള്ള വസ്ത്രം ധരിക്കാനാണ് പഠിപ്പിച്ചത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ അങ്ങനെ പറയുന്നു. നിങ്ങൾ അതർ സൈഡിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ, അതായത് സബ്സ്ക്രിപ്ഷൻ ത്രൂ ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇറക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും നിങ്ങളെ വെറുത്തു പോകും. സോ ഇനിയെങ്കിലും ഇത്തരത്തിലൊക്കെയുള്ള മണ്ടത്തരങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. അതുമാത്രമല്ല, ഹൻസിക ഈ ഒരു തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇവിടെ പലരും ചെയ്യാത്തൊരു കാര്യമാണ്. ഇവിടെ കുറേ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇനിയും കാണിക്കും എന്നുള്ള രീതിയിൽ തുനിഞ്ഞിറങ്ങണം. പക്ഷേ ഹൻസിക ആ തെറ്റ് റിയലൈസ് ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് ഹിയർ ടു ജസ്റ്റിഫൈ ഇറ്റ് എനിവേ, ബട്ട് ഓവർ ദി ലാസ്റ്റ് മന്ത് ഐ ഹാവ് ബീൻ carrying a lot of pain, regret and heaviness in my heart, and I felt like finally speaking about it openly, maybe to the people who genuinely care about me. Hearing this from me might make a difference. I still don't know why I posted it. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൻസികയ്ക്ക് തന്നെ ഇപ്പോഴും ഒരു ഉറപ്പില്ല, ഞാൻ എന്തിന് അത് ചെയ്തു, ഞാനത് ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു വിചാരമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരൊക്കെയെന്ന്. ഇപ്പം ഹൻസിക ഇങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടെങ്കിൽ അങ്ങ് പോയി. പക്ഷേ ഇത് ബാധിക്കപ്പെടുന്ന ആരാണ്? നിങ്ങളുടെ ഫാമിലി ആയിരിക്കും ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിടേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങളുടെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ബാക്കിയുള്ളവരായിക്കോട്ടെ, ഇവരെന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഇവരുടെ താഴെ പോയിട്ടും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടായിരിക്കും ചർച്ച ചെയ്യുന്നത്. എന്തായാലും ബാക്കിയുടെ വായിക്കാം. I still don't know why I posted it. It was a mistake. Posting it was an impulsive decision made in a moment without enough thought, and I regretted it almost immediately. Within 5 minutes of posting it, I realized I shouldn't have done it and immediately deleted it. Unfortunately, within the short time, it was a screen recorded by a few people who were part of the subscription, and it later got circulated widely across social media platforms. സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലെയുള്ള വ്യക്തികൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്തുകൊണ്ട് പോകും. ഇപ്പം പലരുടെയും സബ്സ്ക്രിപ്ഷൻസ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വെളിയിൽ വരുന്ന ഒരു കാലമാണ്. പല ആൾക്കാരും അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് അവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട്, അവർ ചെയ്യുന്ന തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിരന്തരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവരെ പറ്റിയിട്ട് എനിക്കിനി ഇങ്ങോട്ട് വീഡിയോ ചെയ്യാനായിട്ട് ലിറ്ററലി എനിക്ക് താല്പര്യമില്ലാത്തൊരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നടക്കുന്ന കുറച്ച് ഇഷ്യൂസാണ്. അതിനകത്തൊരു ജെനുവിനിറ്റി ഞങ്ങൾക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ മാത്രമാണ് വീഡിയോ ചെയ്യാത്തത്. അപ്പം എന്തായാലും ആ ഒരു വിഷയം അവിടെ കിടക്കട്ടെ, സമയം പോലെ എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ ഇവിടെ ഹൻസിക മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഈ സാധനങ്ങൾ വെളിയിൽ പോയിരിക്കും. അല്ലാതെ ഇതൊരിക്കലും നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടി അല്ലല്ലോ നിങ്ങളത് ഇടുന്നത്. പബ്ലിക്കിൽ ഇടുന്ന സമയത്ത് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഇനിയെങ്കിലും ഇത്തരത്തിലൊക്കെയുള്ള സബ്സ്ക്രിപ്ഷനിലൂടെ വീഡിയോസ്, ഇങ്ങനെയുള്ള തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നവർ ചിന്തിക്കുക. ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്തങ്ങ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ നമുക്ക് യാതൊരു പ്രയോജനവും ഇവിടെ വരുന്നില്ല. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇവരുടെ കുടുംബത്തിന് നേരിട്ടൊരു സൈബർ ബുള്ളിങ് അതിഭീകരമായിരുന്നു. കാര്യം ഇതിനെ ഏറ്റവും വഴിയുണ്ടാക്കി കൊടുത്തത് ഇവരാ. രണ്ടാമത് ദിയ കൃഷ്ണയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ദിയ കൃഷ്ണയുടെ ഒരു ധിക്കാരമായിട്ടുള്ളൊരു സ്വഭാവം ഒരു ജനങ്ങൾക്കും ഇഷ്ടമല്ല. 10-20,000 പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങി പോയിട്ട് പോലും അവർക്ക് യാതൊരു കുഴപ്പമില്ല. അവരിപ്പോഴും സ്റ്റിൽ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്താനും തിരിച്ച് അവരെടുത്ത് തർക്കിക്കാനും അവരെ പുച്ഛിക്കുന്നതും പരിപാടിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കിയുടെ വായിക്കാം.
മെനി പീപ്പിൾ അക്യൂസ്ഡ് മീ ഓഫ് ഡൂയിങ് ഇറ്റ് ഫോർ മണി ആൻഡ് പബ്ലിസിറ്റി. അഫ്കോഴ്സ് അത് അങ്ങനെ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. കാര്യം ഇത്രയും കാശുള്ള നിങ്ങൾക്ക് ഇത് ചെയ്ത് കാശുണ്ടാക്കേണ്ട അവസ്ഥ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു എല്ലാവരും വന്നത്. അപ്പം അങ്ങനെ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യത്തുള്ളൂ. അതിനകത്ത് ഒരിക്കലും ജനങ്ങളെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാര്യം ചെയ്തത് അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. ആ വീഡിയോ കണ്ട ഒരു മനുഷ്യരും, എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രായമായിട്ടുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ വീഡിയോ ഫോളോ ചെയ്യുകയും നിങ്ങളൊരു മകൾ എന്നുള്ള രീതിയിൽ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് അതായത് അന്ധമായിട്ട് ആരാധിക്കുന്നുണ്ട്. അവരൊക്കെ ഇട്ട കമൻസ് ഒന്ന് സമയം കിട്ടുമ്പോൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. I understand why it may have come across that way to some people, but I sincerely want to say that there were never any intentions like that behind it. At 20-year-old, I have been fortunate enough to earn enough to take care of myself. And because of all the love and support you have shown me and my family over the years, publicity is not something we crave for or lack in our lives. ഈ 20 വയസ്സിൽ അത്യാവശ്യം ജീവിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള സമ്പാദ്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തോ പറയണ്ടേ, ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീച്ചർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ അറിയാത്തതിൻ്റെ ഒരു അറിവുകേടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പം ഹൻസികയുടെ മാത്രം ഒരു കുഴപ്പമൊന്നുമല്ല, ഇത് മിക്ക ആൾക്കാർ. അത് മാത്രമല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ഉണ്ട്. ഈ സബ്സ്ക്രിപ്ഷനിൽ കിട്ടി ഇത്രയും പൈസ, ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ നിങ്ങളിപ്പോൾ എടുത്ത് നോക്കിയാൽ മതി എന്തുമാത്രം ആൾക്കാർ അത് ചെയ്തിട്ടുണ്ടെന്ന്. ഇതിൽ കിട്ടിയ പൈസ പുള്ളിക്കാരത്ത് വേറെ ഇവിടെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ചില ആൾക്കാർ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ആ പൈസ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹൻസികയെ സംബന്ധിച്ച് വേറെ ആവശ്യങ്ങൾക്കായിട്ട് പുള്ളിക്കാരത്ത് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ പ്രയോജനം? ഇങ്ങനെ ഒരു സാധനം വെളിയിലായിപ്പോയി. ഇങ്ങനെ ഒരു സാധനം വെളിയിൽ വന്ന് നല്ല രീതിയിൽ അത് സർക്കുലേറ്റ് ചെയ്ത് ഇനി കിട്ടാവുന്നതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഹെയ്റ്റാണ് അവർക്ക് അവരുടെ ഫാമിലിക്കും കിട്ടിയത്. എന്തായാലും ഇനിയും ഇത്തരത്തിലൊക്കെയുള്ള മണ്ടത്തരങ്ങളൊന്നും ലൈഫിൽ കാണിക്കാതിരിക്കുക. എന്തായാലും നമുക്ക് അടുത്ത ഒരു പോസ്റ്റും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് വായിക്കാം. വാട്ട് മേക്സ് ദിസ് ഈവൻ ഹാർഡർ ഫോർ മീ ഈസ് ദാറ്റ് എ മ്യൂസിക് വീഡിയോ മൈ സിസ്റ്റർ ഹാഡ് വർക്ക്ഡ് ഓൺ ഫോർ ഓവർ എ ഇയർ ആൻഡ് വൺ ദാറ്റ് ഐ ഹാഡ് ആക്റ്റഡ് ഈസ് ആസ് വെൽ വാസ് റിലീസിങ് ജസ്റ്റ് 3 days ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ്. ഈ ഒരു വിഷയം നടന്നൊരു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ആ ഒരു പാട്ട് റിലീസായിട്ടുണ്ടായിരുന്നത്. അതായത് കുറേ നാളുകളായിട്ട് കഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. അതിനെ വരെ ഈ ഒരു സാധനം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. If I had put any real thought into the consequences of my action, I would never have done something that I knew might negatively affect her work too, especially right before its release. Even though fortunately it did not affect the music video, I hope this helped people understand that there was no planned intention behind any of this. It was an honest mistake, one that deeply regret and probably always will. അതായത് ഈ ഒരു വീഡിയോ പുറത്ത് വന്ന് 3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഈ അഹാനയുടെ ആ ഒരു മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങിയത്. ആ സമയത്ത് ഈ എന്തായാലും നിലവിൽ ഇപ്പോൾ ആ പാട്ടിനെയോ കാര്യങ്ങളെയൊന്നും ഇത് ബാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയായിരുന്നു എങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഹൻസിക പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയത് അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അഹാനയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കണം. അഹാനയുടെ ഇൻ്റർവ്യൂ, ഈ ഒരു പാട്ടിനെ ബേസ് ചെയ്തിട്ട് ഇവർ കുറേ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്ന കമൻറ്റ്സ് എടുത്ത് നോക്കണം. നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മൾ അതിൻ്റെ പേരും പറഞ്ഞ് ഇനി റിഗ്രറ്റ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ചെയ്തു പോയ തെറ്റ് മനസ്സിലാക്കുന്നത് വലിയ കാര്യമാണ്. ഇപ്പം ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഈ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് എത്ര വീഡിയോസ് യൂട്യൂബിൽ വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. വന്നവർ മുഴുവൻ ആൾക്കാരും ഹൻസികയെ കുറ്റം പറയുകയാണ്. പിന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഹൻസിക ചെയ്ത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. There are 2 people who were truly and directly hurt by what I did. Myself and my family. We were the only ones who had to deal with the emotional impact and consequences of my action. The last few days, nobody else was directly affected by my actions in the way we were. That is why the amount of bullying, harassment and hatred that followed online was deeply painful for me to experience. ഇത്രയൊക്കെ തന്നെ പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞാൽ വെറുപ്പിക്കുന്നില്ല. ഇവരുടെ ഫാമിലി ആയിക്കോട്ടെ, ഇവരൊക്കെ നല്ല രീതിയിൽ ഈ ഒരു വിഷയത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു പ്രായത്തിൽ കിട്ടാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തോളം എന്തോ പറയണ്ടേ നെഗറ്റിവിറ്റിയാണ് ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്നത്. ഇത്രയാണ് അപ്പം ഹൻസികയുടെ പോസ്റ്റിൽ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ
ഇനി കൂടുതൽ എന്താണ് സംസാരിക്കേണ്ടത്? ഒരാൾ വന്ന് ഞാൻ ചെയ്തു പോയത് തെറ്റാണ് എന്ന് പറയണത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇവരുടെ കുടുംബത്തിൽ ആർക്കും കിട്ടാത്തൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. കാര്യം ദിയ കൃഷ്ണയുടെ വിഷയം സംബന്ധിച്ച് എന്ത് പൊട്ടത്തരങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിക്കാരത്തിയുടെ ഹാർട്ടിൽ നിന്ന് എവിടെയും വന്ന് പറയത്തില്ല. അതായത് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ള രീതി പറയത്തില്ല. നേരെ മറിച്ച് പുച്ഛമാണ്. എല്ലാവരെയും അങ്ങ് പുച്ഛിക്കുക, കളിയാക്കുക, ഇങ്ങനെയുള്ള പരിപാടികളാണ് ദിയ കൃഷ്ണയുടെ കയ്യിരിക്കുന്നത്. എന്തായാലും ഹൻസികയെ സംബന്ധിച്ച് അത് മനസ്സിലാക്കി അത് തെറ്റാണെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അതിനെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. എന്തായാലും ആ ഒരു ഫാമിലിയിൽ കുറച്ചെങ്കിലും ബോധമുള്ള ആളുണ്ട് എന്ന് മനസ്സിലാക്കിയത് നന്നായി. ഇപ്പം കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു വിവാദം ഉണ്ടായ സമയത്ത് ദിയ കൃഷ്ണയുടെ ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു വിവാദമാണ്, ദിയ കൃഷ്ണയുടെ വീഡിയോ തന്നെ. ആ ഒരു വിവാദം ഉണ്ടായ സമയത്ത് സിന്ധു കൃഷ്ണ വന്ന്, അതായത് ഇവരുടെ അമ്മ വന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ വേലയും കൂലിയും ഇല്ലാത്ത യൂട്യൂബേഴ്സ് എന്നുള്ള രീതിയിൽ വന്ന് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ മനസ്സിലാക്കുന്നില്ല, ഈ യൂട്യൂബ് ചാനൽ വെച്ചിട്ടാണ് അവരുടെ കുടുംബം മുഴുവനും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ് ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.